ഉദ്ദിത ദൈവമേ രക്ഷക സമാധാനമേ ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും അവരിലുള്ള കംപ്ലീറ്റ് സ്വത്തിൻ്റെയും അവകാശം ജനങ്ങൾക്കുള്ളതാണ്. ജനങ്ങളുടെ സ്വത്താണ് ഗവൺമെൻറ്റിൻ്റെ സ്വത്ത്. ആയതിനാൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഓരോ അവകാശവും ഔദാര്യമല്ല, അവകാശം തന്നെയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം, ഒരു മെഡിക്കൽ കോളേജോ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലോ ഒരു ഹെൽത്ത് സെൻ്റർ പ്രവർത്തനങ്ങളിൽ എന്തോരം പണം ആവശ്യമുണ്ടോ, എന്തോരം കാരുണ്യമാണ് ജനങ്ങളോട് കാണിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകും. ഒരു നീഡിൽ തന്നെ ആകട്ടെ, എത്ര കോടി രൂപയുടെ നീഡിൽ ഓരോ ദിവസവും ഒരു ഹോസ്പിറ്റലിലൂടെ ഉപയോഗിക്കുന്നുണ്ട്. നീഡിൽ, സിറിഞ്ച്, ഓക്സിജൻ, മരുന്നുകൾ അനേകായിരം കോടികളാണ് ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. അത്രത്തോളം കാരുണ്യ പ്രവർത്തികളാണ് ഒരു ഹോസ്പിറ്റലിലൂടെ ഗവൺമെൻറ് ചെയ്യുന്നുള്ള തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകട്ടെ. പലപ്പോഴും ചോദ്യം ചെയ്യുന്ന അവസ്ഥയാണ് കാണുന്നത്. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്. എന്നാൽ ദൈവം ജന്മം നൽകി ആ ജന്മത്തിന് ശേഷം അവരുടെ ആരോഗ്യവും ജീവനും സംരക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഹെൽത്ത് ജീവനക്കാരാണ്, ആരോഗ്യ ജീവനക്കാരെയാണ്. എന്നാൽ ഒരു ഡോക്ടറുടെ വിലയോ ഒരു നേഴ്സിൻ്റെ വിലയോ ഹെൽത്ത് ജീവനക്കാരുടെ വിലയോ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവം ആ വ്യക്തികളിലൂടെയാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. ദൈവം ജന്മം നൽകുന്നതും അതിനുശേഷം ദൈവത്തിലെ ജീവൻ പോകുന്നതും വരെയുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ കാര്യങ്ങളെല്ലാം അവരിലൂടെ നിർവഹിക്കുന്ന ആളെ തിരിച്ചറിവുണ്ടായിരിക്കണം. ഇന്നു മുതൽ നാം എല്ലാ ഹെൽത്ത് ജീവനക്കാർക്കും വേണ്ടിയും ഡോക്ടേഴ്സിനും നേഴ്സിനും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. എല്ലാ ജീവനക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം വളരെ വ്യക്തമായിട്ടും നമ്മളോട് പറയുകയാണ്. പലപ്പോഴും അതിൻ്റെ വില അറിയാറില്ല. അവരുടെ കൈകളിലാണ് നമ്മുടെ ജീവൻ്റെ സുരക്ഷ. മൂന്നാമത്തെ കാര്യം, ജീവൻ്റെ മൂല്യം. നമ്മുടെ ജീവിതത്തിൽ എന്ത് കൊടുത്താലും വാങ്ങിയാലും ജീവൻ്റെ മൂല്യം നമ്മൾ കൊടുക്കാറുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജീവൻ്റെ മൂല്യം എന്തു വാങ്ങിയാലും കൊടുക്കുമ്പോഴും കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം ബിഗ് സീറോ ആയി തീരും നമ്മുടെ ജീവിതത്തിലെ കർമ്മം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒന്നിലോ സ്വയമായിട്ട് കൊടുക്കുവാൻ കഴിയണം, അതല്ലെങ്കിൽ മറ്റുള്ള വ്യക്തിയോട് കൊടുക്കുവാൻ കഴിയണം. സ്വയമായി കൊടുക്കാതെ മറ്റുള്ള വ്യക്തിയോട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മൂല്യം ആ ചെയ്യുന്ന വ്യക്തികൾ കൊടുക്കണം. അല്ല, നമ്മൾ ഈ ലോകത്ത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കൊടുക്കേണ്ട, അതൊന്നും അവർക്ക് നിത്യജീവിതത്തോടെ ലഭിക്കുകയും ചെയ്യും. അതിനപ്പുറത്ത് നാം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ജീവൻ്റെ മൂല്യം പലപ്പോഴും നിരപരാധികളുടെ ജീവനിലേക്ക് തട്ടിക്കൊടുത്തുകൊണ്ട് അതിലൂടെ നിർവഹിക്കുന്നത് തെറ്റാണ്. കാരണം കോടികൾ ഉണ്ടാക്കുന്നവർ നിരപരാധികളുടെ ജീവൻ്റെ മൂല്യത്തിൽ വില പറയാനും പാടില്ല. അപ്പോൾ അതിനെപ്പറ്റി പിന്നീട് നമ്മൾ ദീർഘമായി നമ്മൾ സംസാരിക്കാം. ജീവൻ്റെ മൂല്യം കൊടുത്തും മേടിച്ചു കൊണ്ടുള്ള കർമ്മങ്ങളായിരിക്കും ഏറ്റവും വിലപ്പെട്ടത്. 100 രൂപ കൊടുത്താൽ 100 രൂപയുടെ മൂല്യം നമുക്ക് കൊടുക്കണം. മേടിച്ചാൽ അതുപോലെ തന്നെ 100 മൂല്യം ഉണ്ടായിരിക്കണം. എല്ലാവരെയും